സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിന്റെ പേര് ആവർത്തിച്ച് പറയണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവേ, 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 എൻ്റെ ഈ ശരീരത്തിന്റെ നിയന്ത്രണം, എൻ്റെ ഈ ശരീരത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ. എൻ്റെ ശരീരത്തിലുള്ള തിന്മയുടെ വാസനകളെ പരിശുദ്ധാത്മാവെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഈ ദൈവജനത്തിന്റെ മേല് അത്ഭുതകരമായൊരു ദൈവിക ശക്തിയായിട്ട് പറന്നിറങ്ങപ്പെടാൻ എല്ലാ ദൈവജനവും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദാഹത്തോടെ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 യേശുവിന്റെ ശരീരത്തിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവേ എന്റെ മേലും പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, ഈശോയുടെ ശരീരത്തിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ച ആ ദൈവശക്തി എന്റെ ശരീരത്തിലും പ്രവർത്തിക്കണമേ. ആഗ്രഹിക്കട്ടെ, ആഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, കം ടേക്ക് കൺട്രോൾ upon my life. ഓ ഹോളി സ്പിരിറ്റ്, ടേക്ക് കൺട്രോൾ upon my life right now. ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്ന ഒരു ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കട്ടെ. നാവിന്റെ എല്ലാ നിയന്ത്രണവും പരിശുദ്ധാത്മാവിന് കൊടുക്കട്ടെ. പോരാ പോരാ പോരാ, എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ ശരീരത്തിൽ സംഭവിക്കപ്പെടട്ടെ. നീ പരിശുദ്ധാത്മാവെന്ന് വിളിച്ചാൽ നിന്റെ ശരീരത്തിൽ ദുഷ്ടാത്മാവിന് ഇരിക്കാൻ പറ്റില്ല. ദൈവാരാധന നടക്കുന്നിടത്ത് ഒരു കാരണവശാലും പിശാചിനിരിക്കാൻ പറ്റില്ല. ഈ ശുശ്രൂഷ സമയത്ത് ഉള്ളുരുക വിളിക്കണം, പരിശുദ്ധാത്മാവേ, ആത്മാവേ, ആത്മാവേ, കത്തി 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 പടരട്ടെ. പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവേ, ഈ കൂട്ടായ്മയിൽ ഇടപെടണമേ. ആരാധന, 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 ആരാധന. വിശ്വസിക്കുന്ന ഓരോരുത്തരും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ഒരൊറ്റ വിളി, പരിശുദ്ധാത്മാവേ. ആരാധന, 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 ആരാധന. ലംബ 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 ഹൃദയം അഭിഷേകത്തിന്റെ ആത്മാവ് ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ. കയ്യടിച്ച് മഴയാ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, യേശുവിനാത്മാവേ എന്നിൽ ചേർന്ന് പാടി. ആമേൻ. യേശുവിനാത്മാവേ എന്നിൽ നിറയണമേ. ആമേൻ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ നാവിന്റെ എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ. പ്രാർത്ഥിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റട്ടെ. ശരീരത്തിലുള്ള സകല തിന്മയുടെ നാരക ശക്തികളെയും ഓ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് എടുത്തു മാറ്റുന്ന അഭിഷേകം ഇപ്പോൾ നീ ആയിരിക്കുന്നിടത്തേക്ക്, നിന്റെ ജീവിത വഴികളിലേക്ക് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന സമയം വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്നു. ഇതാ പ്രാർത്ഥനാ അഭിഷേകം ജ്വലിയുന്നു. അനേകർക്ക് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകുന്നുണ്ടല്ലോ, അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കട്ടെ. നാവിന്റെ എല്ലാ കെട്ടുകളും വിട്ടുകൊടുക്കട്ടെ. നാവിന്റെ എല്ലാ കെട്ടുകളും അഴിയട്ടെ. എല്ലാവരും സ്തുതിച്ച് 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 പ്രാർത്ഥിക്കട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കരങ്ങൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരങ്ങൾ കൂപ്പി അൾത്താരയിലേക്ക് നോക്കി നന്നായിട്ടൊന്ന് സ്തുതി ചൊല്ലാമോ? ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്നേ.
ഈ ശുശ്രൂഷ സമയത്ത് ഇതാ ഒരുവന്റെ മുമ്പിൽ ഈശോ പറഞ്ഞു കൊടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വചനം പറയുന്നത്? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ മറ്റൊരുവൻ ആരും നല്ലവനായില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അപ്പോൾ അവൻ എന്തു പറഞ്ഞു? അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ചിലരും പറയുന്ന എന്നാ, പിന്നെ ഇതൊക്കെ ഞാൻ ചെറുപ്പകാലം മുതൽ വേദപാഠത്തിൽ പഠിച്ചതാച്ച. ഇതൊക്കെ പറയാനാണ് അച്ഛൻ പറയണേ. ഇതൊക്കെ ഞങ്ങൾ ഇടവകയെന്ന് പഠിച്ചതാണ്, ഇതൊക്കെ ഞങ്ങൾ കാറ്റഗിസം ക്ലാസ്സിൽ പഠിച്ചതാണ്, ഇതൊക്കെ ഞങ്ങൾക്ക് ചെറുപ്പകാലം മുതൽ അറിയാം. ഞാൻ വളർന്നതേ പാരമ്പര്യമുള്ള ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ്. ഇവിടെ ഇരിക്കുന്ന ചിലർ അഭിമാനത്തോടെ പറയുന്നുണ്ട്, ഞാൻ വളർന്നതേ പാരമ്പര്യമുള്ള ക്രിസ്തീയ കുടുംബത്തിലാണ്. തോമാസ് ലീഹായിൽ നേരിട്ട് മാമോദീസ സ്വീകരിച്ചവരാണ് ഞങ്ങളുടെ മുൻ തലമുറക്കാര്. ഞങ്ങളെ അങ്ങനെ കൊച്ചാക്കല്ലേ അച്ഛാ, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ അവനോട് ചില കാര്യങ്ങൾ സംസാരിച്ചു. അവനോട് പറഞ്ഞെടാ, നിനക്ക് പ്രമാണങ്ങളൊക്കെ അറിയാമല്ലോ. എന്നിട്ട് ഈശോ ആ പ്രമാണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവന്റെ മുമ്പിലെത്തിയിട്ട് അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പഠിക്കുന്നുണ്ട്. 21-ാം തിരുവചനം ശ്രദ്ധയോടെ വായിച്ചു പഠിക്കേണ്ട വചനം. ഇവിടെ ഇരിക്കുന്ന എനിക്കും നിനക്കും വേണ്ടി ഇന്ന് പരിശുദ്ധാത്മാ സമ്മാനിക്കുന്ന വചനം ഇതാണ്. 21-ാം തിരുവചനം. യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിക്കൂ. എല്ലാവരും വലതുകരം ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചേ. ഞാൻ ഈ വചനം പറയുമ്പോൾ നേറ്റു പറയണേ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 21-ാം തിരുവചനം. യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കൂ. ഇതാ ഇവിടെ ഇരിക്കുന്ന എന്നെയും നിന്നെയും ഈ വചനം വളരെ ശ്രദ്ധയോടെ നിന്നെ കൊളുത്തി വലിക്കുന്ന പോലെ ഒരു കാര്യം പറയാണ്. യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെ കടാക്ഷിച്ചു? സ്നേഹപൂർവം. യേശു സ്നേഹത്തോടെ അവനെ നോക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം, യേശു ഇതാ നിന്നെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ അവനെ ഒത്തിരി സ്നേഹത്തോടെ നോക്കി എന്നാ പറയണേ. എന്നതിന്റെ അർത്ഥം ഈശോയ്ക്ക് അവനോട് അത്രമേൽ സ്നേഹമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചുകൊള്ളൂ, നിന്നോട് ഈശോയ്ക്ക് അത്രമേൽ സ്നേഹമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില ജീവിത സാഹചര്യങ്ങൾക്ക് മുമ്പിൽ ചിലർ ചിന്തിക്കും, ദൈവം എന്നെ മറന്നു, ദൈവത്തിന് എന്നെ വേണ്ട, എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഇനി ഞാൻ രക്ഷപ്പെടിയല്ല. ഇങ്ങനെയുള്ള ചില തെറ്റായ ചിന്തകളും ഭാരങ്ങളും ഉള്ളിലുള്ളവര് ശ്രദ്ധിച്ചു പഠിക്കേണ്ട കാര്യം, ഈ ശുശ്രൂഷ സമയത്ത് ഈശോ നിന്നോട് പറയുന്നു, ഈശോയ്ക്ക് നിന്നെ അത്രമേൽ സ്നേഹമാണ്. ഹല്ലേലൂയ. ആ സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ നീ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചേ, നിങ്ങൾ ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ പരിചയത്തിലുമുള്ള പലരും പങ്കെടുക്കുന്നില്ല. നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളോട് ഈശോയ്ക്ക് ഒരു സ്പെഷ്യൽ ലവ്, സ്നേഹം ഉള്ളത് കൊണ്ടാണ്. അതേന്ന് എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാളും ഒരു എക്സ്ട്രാ സ്നേഹം നിനക്ക് നൽകിയിട്ടുള്ളത് കൊണ്ടാണ് നീ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ഇവിടെ ഈ ആത്മീയ അന്തരീക്ഷത്തിൽ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് കിട്ടാത്ത ഒരു പർട്ടിക്കുലർ, ഒരു എക്സ്ട്രാ സ്നേഹം ഈശോ നിനക്ക് നൽകിയിട്ടുണ്ട്. ആമേൻ. 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 മനസ്സിലായോ?
എന്തു മനസ്സിലായി? ഈശോയ്ക്ക് എന്നോട് ഒരു എക്സ്ട്രാ സ്നേഹം, മറ്റുള്ളവർക്ക് കൊടുക്കാത്തതിനേക്കാളും ഇച്ചിരി കൂടുതൽ സ്നേഹം എന്നോട് ഈശോയ്ക്കുണ്ട്. ഞാൻ ഓർക്കുന്ന ഒരു മനോസുന്ദരമായ സംഭവം, അത് ബോംബെയിൽ താബോർ ധ്യാന കേന്ദ്രത്തിലായിരുന്നപ്പോൾ അവിടെ ധ്യാനിക്കാൻ വന്ന ഒരു പെൺകുട്ടി, അവള് ജീവിതത്തിൽ വലിയ തകർച്ചയിലൂടെ കടന്നുപോയി. ഒരു 23-24 വയസ്സ് പ്രായമുണ്ട്. അവള് ധ്യാനിക്കാൻ വരുമ്പോൾ അവളെ ആരോ കൂട്ടിക്കൊണ്ടു വന്നതാ, ആഗ്രഹിച്ചു വന്നതല്ല. അവൾ കൂട്ടിക്കൊണ്ടു വന്നു. അവളുടെ തലയ്ക്കകത്ത് ആത്മഹത്യ ചെയ്യണം, സൂയിസൈഡ് ചെയ്യണം എന്നുള്ള ചിന്ത തലയ്ക്കകത്ത് ഇങ്ങനെ വട്ടമിട്ട് പിടിച്ചിരിക്കുന്നു. ഇവള് പറയുന്ന കാരണങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന കാരണങ്ങളാണ് ഇവൾക്ക് പറയാനുള്ളത്. ഇവളുടെ ചെറുപ്പകാലം മുതലുള്ള തകർച്ചകളും ഭാരങ്ങളും സങ്കടങ്ങളും മറ്റുള്ളവർ ദുരുപയോഗിച്ചത്, ഇങ്ങനെ തുടങ്ങി കുറേ ഭാരങ്ങൾ. അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു, ഈശോയ്ക്ക് നിന്നെ വലിയ സ്നേഹമുള്ളത് കൊണ്ടാണ് നീ ധ്യാന മന്ദിരത്തിൽ വന്നത്. അപ്പൊ അവൾ എന്നോട് നോക്കിയിട്ട് പറഞ്ഞു, എന്ത് സ്നേഹം, എന്ത് യേശു, അച്ഛൻ എന്താ ഈ പറയണേ? നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പറയാൻ എളുപ്പാ, പക്ഷേ എൻ്റെ ജീവിതാനുഭവത്തിൽ ഈ പറയുന്ന സ്നേഹം ഞാൻ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ല. ഇന്നുവരെ ഞാൻ ഈ ഈശോനെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഞാൻ ജീവിച്ചതും വളർന്നതും ഒക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഞാൻ ഇത്രയും നാൾ സഹിച്ചു, ഇത്രയും നാൾ ഞാൻ ഈ അവസ്ഥയിലൂടെ കടന്നുപോയി. എന്നിട്ടും ദൈവം എവിടെ? എന്നിട്ട് ഈ സ്നേഹം എന്ന് പറയുന്നത് എവിടെ? വലിയ ഭാരപ്പെട്ട മനസ്സോടുകൂടി ഈ പെൺകുട്ടി ചോദിക്കുന്നു. എനിക്കാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഉത്തരവൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോളെ, ഈശോയ്ക്കറിയാം നീ ധ്യാന മന്ദിരത്തിൽ വന്നത്. ഈശോ നിന്നെ സ്നേഹിക്കുന്നു. അത് എങ്ങനെയെന്നുള്ളത് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഈശോ നിനക്ക് വെളിപ്പെടുത്തി നൽകും. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്താ? നീ നന്നായിട്ട് ഈ ധ്യാന ശുശ്രൂഷയിൽ ഇരുന്ന് പങ്കെടുക്കണം. അവള് പറഞ്ഞു, ഏതായാലും എന്നെ കൂട്ടിക്കൊണ്ടുവന്ന ഒരാളുണ്ട്, ഞാൻ ഈ ആഴ്ചയിൽ അയാൾക്കൊരു വാക്ക് കൊടുത്തു, ഞാൻ ഈ ആഴ്ചയിൽ ഈ ധ്യാന മന്ദിരത്തിൽ പങ്കെടുക്കാം, അതുകൊണ്ട് ഞാൻ ധ്യാനത്തിൽ പങ്കെടുക്കാം. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന ആളോടുള്ള സ്നേഹം കൊണ്ട് ഇവള് ധ്യാനത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. ഈശോടുള്ള സ്നേഹമല്ല, കൂട്ടിക്കൊണ്ടുവന്ന ആളോട് സ്നേഹമുള്ളത് കൊണ്ട് അങ്ങനെ ധ്യാനത്തിൽ പങ്കെടുക്കുന്നു. ധ്യാനം മുന്നോട്ട് നടത്തപ്പെടുന്നു. ഞാൻ ഈ പെൺകുട്ടിയെ 1-ാം ദിവസം തൊട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഏറ്റവും പിറകില് ശുശ്രൂഷകളൊക്കെ നടക്കുമ്പോൾ എല്ലാവരും കരങ്ങളൊക്കെ ഉയർത്തി ഈശോ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പെണ്ണ് മാത്രം ഏറ്റവും പുറകില് കയ്യും കെട്ടി ഇങ്ങനെ വെറുതെ ഇരിക്കും, ജീവച്ഛവം പോലെ, ഒരു വികാരവുമില്ല. ഇവിടെ ജനം കരയുന്നു, സ്തുതിക്കുന്നു, കയ്യടിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. ഇവൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. കാരണം എന്താ? ഇവളുടെ ജീവിതത്തിൽ ഇവൾ ഈ പറയുന്ന യേശു, ദൈവസ്നേഹം ഇതൊന്നും അനുഭവിച്ചിട്ടില്ല. ദുഃഖം, സങ്കടം മാത്രമേ ഈ പെണ്ണിന്റെ ജീവിതത്തിലുള്ളൂ. അതുകൊണ്ട് ഏറ്റവും പുറകില് അവൾക്ക് ഇതെല്ലാം കേട്ടിട്ട് ഒരു കുലുക്കവുമില്ല. ധ്യാനം മുന്നോട്ട് നീങ്ങുന്നു. കുമ്പസാരം കഴിഞ്ഞ ദിവസം, അന്ന് വൈകുന്നേരം ആരാധനയുടെ സമയത്ത് നമ്മൾ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് അൾത്താരയിൽ ആരാധന നടക്കുന്ന സ്ഥലത്ത് മാത്രം ലൈറ്റൊക്കെ ഇട്ട്, കാരണം ദൈവജനത്തിന് നന്നായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുത്തു. അപ്പോൾ ഏകദേശം 500 പേര് പങ്കെടുക്കുന്ന ധ്യാനമാണ്. അവരെല്ലാവരും യേശുവേന്ന് വിളിച്ച് ഇങ്ങനെ ചങ്ക കീറി പ്രാർത്ഥിക്കുന്ന സമയം ഈ പെൺകുട്ടി പിന്നീട് സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ പെൺകുട്ടി ചിന്തിക്കുകയാണ്, എല്ലാവരും യേശുവേന്ന് വിളിക്കുന്നു, ഇപ്പോഴാണെങ്കിൽ ലൈറ്റ് എല്ലാം ഓഫാണ്, താനും ആരും എന്നെ കാണാനുമില്ല, ഇവരൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, ഞാനും ഒന്ന് വിളിക്കാം. ഈ പെൺകുട്ടി എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഇവളും കരങ്ങൾ ഉയർത്തി ഈശോയേന്നൊരൊറ്റ വിളി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവജനം മുഴുവൻ ഇങ്ങനെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, കരയുന്നു. ഈ പെണ്ണിന്റെ സ്വരം ഈ 500 പേരുടെ സ്വരത്തെക്കാളും വലിയൊരു സ്വരം ഏറ്റവും പുറകിൽ നിന്ന് നിലവിളിയോടുകൂടെ ഉയരുകയാണ്. ശക്തമായിട്ടുള്ളൊരു മൈറ്റി അനോയിന്റിങ് ആ ശുശ്രൂഷ സമയത്ത് സംഭവിക്കപ്പെടുന്നുണ്ട്. ആരാധന കഴിഞ്ഞപ്പോൾ സാക്ഷ്യം പറയാൻ വന്നവരിൽ ഏറ്റവും മുൻവശത്ത് ഈ പെൺകുട്ടി നിൽക്കുന്നു. ഈ പെൺകുട്ടിയുടെ മുഖത്തുണ്ടല്ലോ വലിയൊരു തിളക്കം, വലിയൊരു പുഞ്ചിരി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വന്ന പോലെയല്ല ഈ പെണ്ണിന്റെ മുഖം, വന്ന പോലെയല്ല. വന്നത് എങ്ങനെയായിരുന്നു? വലിയ വിഷാദം, സങ്കടം, ഭാരം, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, മരിക്കണമെന്നുള്ള ചിന്ത, മൊത്തം നെഗറ്റീവ്. ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ഡാർക്ക് അടിച്ചു വന്നതാണ്. അപ്പോഴാണ് ദേ മുമ്പിൽ വന്ന് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആരാധനയിൽ ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ മുഖത്ത് വലിയ തിളക്കം, വലിയ സന്തോഷം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പെൺകുട്ടി സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്,
ഞാൻ ഇങ്ങനെ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അൾത്താരയിൽ നിന്ന് യേശു എന്റെ പക്കലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അപ്പൊ എല്ലാവരും കൂടെ ഇങ്ങനെ മിഴിച്ചു നോക്കുക. കാരണം ധ്യാനത്തിന്റെ 3 ദിവസങ്ങളിൽ ഇവര് കണ്ടതാ, ഒരു വികാരവുമില്ലാതെ ജീവച്ഛവമായിട്ട് ഏറ്റവും പുറകിലിരുന്ന് മരപ്പാവ പോലെ ഇരിക്കുന്ന പെണ്ണിനെ എല്ലാവരും നോട്ട് ചെയ്തതാ. ഇപ്പോൾ ഇവളുടെ ബോഡി ലാംഗ്വേജിൽ ഇവളുടെ മുഖത്ത് വന്ന മാറ്റം എല്ലാവരും ശ്രദ്ധിച്ചു. അപ്പോൾ ഇതാ ഇവള് പറയാണ്, ഞാൻ യേശുവേ എന്ന് വിളിച്ചപ്പോൾ പരിശുദ്ധ അൾത്താരയിൽ ഇരിക്കുന്ന ഈശോ ഇതാ എന്റെ പക്കലേക്ക് നടന്നു വന്നു, എന്റെ മുമ്പിൽ വന്ന് നിന്നു. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഞാന് ഈ സാക്ഷി ശുശ്രൂഷ നടക്കുന്ന സമയം ഇടതുവശത്ത് നിന്ന് ഈ പെൺകുട്ടി സാക്ഷ്യം പറയുന്നു. അപ്പോൾ ഞാൻ മൈക്കിലൂടെ ചോദിച്ചു, മകളെ, ഈശോ നിന്നോട് എന്താണ് പറഞ്ഞത്? എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷ, ഈശോ നിന്നോട് എന്താണ് പറഞ്ഞത്? അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, ഈശോ ഒന്നും എന്നോട് പറഞ്ഞില്ല, പക്ഷേ എന്റെ മുഖത്ത് നോക്കി ഈശോ പുഞ്ചിരിച്ചു. ഏറ്റവും പുറകിലിരുന്നു കൊണ്ട് ദൈവജനം ഒരുമിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ ഈ പെണ്ണും 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈശോയെ എന്ന് വിളിക്കുന്നു. ഇവളെന്താ പറഞ്ഞത്? പരിശുദ്ധ അൾത്താരയിൽ നിന്ന് ഇതാ ജീവനുള്ള യേശു അൾത്താരിൽ നടന്നു വന്ന് ഇവളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഇവളുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഇവളുടെ മുഖത്ത് നോക്കി നന്നായി പുഞ്ചിരിച്ചു. ഇവള് പറയാ, അച്ഛാ എനിക്കത് മതി, അച്ഛന് കാണാൻ പറ്റുന്നുണ്ട് എന്റെ മുഖത്തെ തിളക്കം, എന്റെ ശരീരത്തിൽ വന്ന മാറ്റം അച്ഛന് മനസ്സിലാകുന്നുണ്ടോ? അച്ഛാ എന്റെ മുഖത്ത് നോക്കി ഈശോ പുഞ്ചിരിച്ചു എന്നതിന്റെ അർത്ഥം ഈശോയ്ക്ക് എന്നെ അത്രമേൽ സ്നേഹമാണ് എന്നുള്ളതിന്റെ അടയാളമാണ് ഈശോ എൻ്റെ മുമ്പിൽ വന്ന് നിന്നതും എന്നെ നോക്കി പുഞ്ചിരിച്ചതും. അച്ഛാ ആത്മഹത്യ ചെയ്യണമെന്ന് കരുതി വന്ന വ്യക്തിയാണ്, ഇനി ഞാൻ മരിക്കില്ല, കാരണം ഈശോയ്ക്ക് എന്നെ ആവശ്യമുണ്ട്. കരങ്ങൾ ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ് ആമേൻ, ആമേൻ, ആമേൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ആര് തന്നെയാണെങ്കിലും, നിങ്ങളുടെ ജീവിത അവസ്ഥ എന്തു തന്നെയാണെങ്കിലും, ഈശോ നിന്നെ അത്രമേൽ സ്നേഹിക്കുന്നു. ഈശോക്ക് നിന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വലിയ തകർച്ചയിലൂടെ കടന്നു വന്ന വ്യക്തിയാണെങ്കിലും വിശ്വസിച്ചോണം, ഈശോക്ക് നിന്നെ ആവശ്യമുണ്ട്. ഈശോക്ക് നിന്നെ ആവശ്യമുണ്ട്. നിന്റെ അവസ്ഥ എത്ര തകർച്ചയുടേതാണെങ്കിലും, എത്ര ഭാരപ്പെട്ടതാണെങ്കിലും, ഇങ്ങോട്ട് നോക്കിക്കേ, ഒരുപക്ഷെ ചില രോഗങ്ങൾക്ക് നീ മരുന്ന് കഴിക്കുന്ന വ്യക്തിയായിരിക്കും. മാനസികമായ ചില പീഡകൾക്ക് നീ മരുന്ന് കഴിക്കുന്ന വ്യക്തിയാവും. ശ്രദ്ധിക്കൂ, നിന്റെ ജീവിതത്തിൽ ഇനി എന്നെ രക്ഷപ്പെടുത്താൻ ആർക്കും പറ്റില്ല എന്ന് നീ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ ഈശോ നിന്നോട് പറയുന്നു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, കാരണം എനിക്ക് നിന്നെ അത്രമേൽ സ്നേഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോ സ്നേഹപൂർവം ആ മനുഷ്യനെ, ഒരുവനെ അവന്റെ മുഖത്തോട്ട് നോക്കി, അവന്റെ മുഖത്തേക്ക് നോക്കി, എന്നിട്ട് ഈശോ അവനോട് പറഞ്ഞു, അവനോട് സംസാരിച്ചു, മകനെ നിനക്കൊരു കുറവുണ്ട്, നിനക്കൊരു കുറവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 കാര്യങ്ങൾ. 1 സ്നേഹത്തോടെ, 2 ഈശോ നിന്നോട് സംസാരിക്കുന്നു, നിന്നോട് സംസാരിക്കുന്നു. 3-ാമത്തെ കാര്യം, ഈശോ നിന്നോട് എന്താണ് സംസാരിക്കുന്നത്? നിന്റെ കുറവുകൾ ഈശോ ചൂണ്ടിക്കാണിച്ചു തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോ നിന്റെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചു തരുന്നു. അതാണ് സംഭവിക്കുന്ന കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിയും സ്വീകരിക്കുന്ന ഏറ്റവും വലിയ അഭിഷേകം എന്താ? നമ്മൾ ഓരോ പ്രാർത്ഥന ശുശ്രൂഷയിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. നമ്മുടെ കുറവുകൾ ഇതാ ഈശോ ചൂണ്ടിക്കാണിച്ച് നമ്മളെ അഭിഷേകത്തിലേക്ക്, നമ്മളെ നല്ല ദൈവിക ജീവിതത്തിലേക്ക്, ഒരു നല്ല വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഈശോ ഒരുക്കുകയാണ് ഓരോ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്തും. ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് ഒരു വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. ഈ ഒരുവൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആരാണിവൻ? എനിക്ക് നിങ്ങളെപ്പോലെ വലിയ ആഗ്രഹം തോന്നി, ഇത് ആരാണിവൻ? ഇവനെ കുറിച്ചൊന്ന് അറിയണമല്ലോ എന്നോർത്ത് വിശുദ്ധ ഗ്രന്ഥം തപ്പിക്കഴിഞ്ഞപ്പോൾ ഇവനെ കുറിച്ച് ചില പരാമർശങ്ങളുണ്ട്. നിസ്സാരക്കാരനല്ല. നമുക്കൊന്ന് വായിക്കാമല്ലോ. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം തിരുവചനം. ഒരു അധികാരി അവനോട് ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? എന്താണ് ചോദ്യം? ഒരു
അധികാരി. കണ്ടോ? അപ്പൊ ലൂക്കാസ് വിശേഷകൻ നേരത്തെ പറഞ്ഞ ഒരുവന് കൃത്യമായ അവന്റെ അഡ്രസ് പോലെ ഒരു കാര്യം കൂടെ പറയാണ്. ഇവൻ നിസ്സാരപ്പെട്ടവനല്ല, ഇവനൊരു അധികാരിയാണ്, ഇവന് പവർ ഉള്ളവനാണ്, നിസ്സാരപ്പെട്ടവനല്ല, ഇവനൊരു അധികാരിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 22-ാം തിരുവചനത്തിൽ ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. കണ്ടോ? ഈ വചനം കേട്ട് ആ യുവാവ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മള് മർക്കോസ് വിശേഷത്തിൽ കണ്ട ഒരുവന്റെ ചില പ്രത്യേകതകൾ മനസ്സിലാക്കിയോ? അവന്റെ പ്രായം എന്താ? അവനൊരു ചെറുപ്പക്കാരനാണ്, അവനൊരു അധികാരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരപ്പെട്ട കാര്യമല്ലെന്ന്. ഈ ചെറുപ്പക്കാര് ആളുകൾ കൂടെ നിൽക്കുന്ന സമയത്ത് അത്രയും എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ സ്വാഭാവികമല്ലാത്തൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ധ്യാനത്തിന് വന്ന ഒരു ചെറുപ്പക്കാരൻ ധ്യാന ഹോളിൽ കയറാതെ പുറത്ത് നിൽക്കുന്നു. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരുത്തനാ. അവൻ കയ്യും കെട്ടി പുറത്ത് ആകാശത്തോട്ട് നോക്കി നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, മകനെ, ധ്യാനത്തിൽ ക്ലാസ് നടക്കുന്നു, കേറൂ. ഫാദറെ, എനിക്കിപ്പോൾ ക്ലാസ്സിൽ കയറാൻ വൈബില്ല. എന്തില്ല? വൈഫല്ല, വൈബില്ല. ഇതാണ് ന്യൂജൻ. വൈബില്ല, എനിക്കിപ്പം മൂഡില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും ഏത് മൂഡ് അത് നോക്കിക്കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ വചനം പഠിപ്പിക്കുന്നു, ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ നോക്കി നിൽക്കെ അവന്റെ ഉള്ളിൽ അവനൊരു തീരുമാനമെടുത്തു. എന്ത് തീരുമാനം? ഞാൻ യേശുവിന്റെ പക്കലേക്ക് പോകാനുള്ള തീരുമാനം. അവൻ ദൈവജനം നോക്കി നിൽക്കെ യേശുവിന്റെ പക്കലേക്ക് ഓടി വന്ന് മുട്ടുകുത്തി അവൻ ചോദിച്ച ചോദ്യം, ഈശോയെ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? എനിക്ക് നിത്യജീവനെ കുറിച്ച് അറിയണം, ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹം. പക്ഷേ ഈശോ അവനോട് പറഞ്ഞു, സ്നേഹത്തോടെ അവന് നോക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓരോ ധ്യാന ശുശ്രൂഷയ്ക്കും ഓരോ പ്രാർത്ഥനയ്ക്കും വരുന്ന ഓരോ വ്യക്തിയോടും ഈശോ പറയുന്ന കാര്യം എന്താ? എൻ്റെ മകനെ, എനിക്ക് നിന്നെ അത്രമേൽ സ്നേഹമാടാ. എൻ്റെ മകളെ, നിന്നെ അത്രമേൽ സ്നേഹമാണ്. നീ ഈ കാര്യങ്ങൾ ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു നിന്റെ ജീവിതം. പിടികിട്ടുന്നുണ്ടോ? ഇതാ ഈശോ നിന്നോട് പറയാ, നിന്റെ ജീവിതം രക്ഷപ്പെടണ്ടേ? എടാ, നിനക്ക് നിത്യജീവൻ വേണ്ടേ? നിനക്ക് സമാധാനം വേണ്ടേ? നീ ദേ ഈ കാര്യം ഒന്ന് ശരിയാക്കുന്നു. ഈ പറഞ്ഞ കാര്യം ഒന്ന് ശരിയാക്കൂ. ഈ കുറവ് നിനക്കുണ്ട്, ഇതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. എന്നാൽ നമ്മുടെ പലരുടെയും പ്രശ്നം എന്താണെന്നറിയാവോ? ഈ കുറവ് മാറ്റാൻ നമ്മൾ തയ്യാറല്ല. വേറെ വല്ല പണിയുണ്ടോ? വേറെ വല്ലതും ചെയ്യണോ? ഞാൻ വേണം മുട്ടുകുത്തി എഴയാം, വേളാങ്കണ്ണി പോയിട്ട് മുട്ടയടിക്കാം, കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാം, ഞാൻ മലയാറ്റൂർ മല കയറാം, വേണമെങ്കിൽ ഞാൻ അങ്ങ് ദൂരെ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ എവിടെ വേണമെങ്കിലും മല കയറാം, എന്തും ചെയ്യാം, എൻ്റെ കാര്യം നടക്കണം. എന്നാൽ ഈശോ പറയുന്നത് എന്നാന്നറിയോ? എൻ്റെ മകനെ, മകളെ, കാര്യം നടക്കണമെങ്കിൽ ആദ്യം നിന്റെ ഈ കുറവുണ്ടല്ലോ, ഈ കുറവിനെ നീ ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വചനം പഠിപ്പിച്ചത്. ജോഷുവ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, സാങ്ക്ടിഫൈ യുവർസെൽഫ് സോ ദാറ്റ് യു വിൽ എക്സ്പീരിയൻസ് മിറക്കിൾ. ആദ്യം നീ നിന്നെ തന്നെ ശുദ്ധീകരിച്ചാൽ നിനക്കൊരു അത്ഭുതം കാണാൻ പറ്റും. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത വഴികളിൽ ചില വിശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. യേശുവിന്റെ പക്കൽ വരുന്ന ഓരോ വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ് ഈശോ സ്നേഹത്തോടുകൂടെ നിന്നെ നോക്കും. ഈശോ സ്നേഹത്തോടുകൂടെ നിന്നോട് ചില കാര്യങ്ങൾ പറയും. ഈശോ സ്നേഹത്തോടുകൂടെ നിന്റെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചു തരും. കുറ്റപ്പെടുത്തിയല്ല കേട്ടോ, എന്ത് ചെയ്യത്തില്ല. സ്നേഹത്തോടുകൂടെ ഈശോ തിരുത്തും. നമ്മളെങ്ങനെ തിരുത്തുന്നത്? നമ്മൾ തിരുത്തുന്നത് ഇനി മേലാൽ ഇവൻ രക്ഷപ്പെടരുന്നോർത്തോണ്ടാണ് തിരുത്തുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിലെ പല തിരുത്തലുകളും ഭാരമായിട്ട് അവിടെ കിടക്കുന്നത്. കുറ്റപ്പെടുത്തരുത്. ഈശോയുടെ സംസാര ശൈലിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കുറ്റപ്പെടുത്തിയില്ല. ഒരു മനുഷ്യനെ പോലും കുറ്റപ്പെടുത്തിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ഈശോ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം ആ പത്രോസിന്റെയും ശിഷ്യന്മാരുടെയൊക്കെ മുമ്പിൽ ചെന്ന് നിന്നില്ലേ? നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? എടാ നിന്നെ എത്ര തവണ പറഞ്ഞതാടാ അല്ലേ? വീട്ടിലെ മക്കളെ തിരുത്തുന്നത് എങ്ങനെയാ? എടാ നിന്നെ ഞാൻ എത്ര തവണ പറഞ്ഞതാടാ, മനസ്സിലായില്ലേ? നിന്നോട് ഈ രാത്രി പറഞ്ഞതല്ലേ പത്രോസേ? ഈ രാത്രി പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞതാണല്ലോ. എന്നിട്ട് ഒരു നാണവും ഇല്ലാതെ ഒരു പെണ്ണിന്റെ മുമ്പിൽ പോയി 3 പ്രാവശ്യം നീ എന്നെ തള്ളി പറഞ്ഞില്ലേടാ പത്രോസേ? ഈശോ അങ്ങനെ ചോദിച്ചോ?
ഇല്ല. ഈശോ ചോദിച്ചില്ലെന്ന്. ശിഷ്യന്മാരോട് ചോദിച്ചോ, എടാ ഒരുത്തൻ പോലും, നന്ദിയില്ലാത്തവന്മാരെ, എടാ ഒരെണ്ണമെങ്കിലും എൻ്റെ കൂടെ നിൽക്കണ്ടേടാ, ഒരുത്തനെങ്കിലും. എല്ലാം കൂടെ ഓടിക്കളഞ്ഞില്ലേ? ഒരുത്തനെങ്കിലും എൻ്റെ കൂടെ ഇല്ലാത്ത നന്ദിയില്ലാത്തവരെ ഈശോ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല. മറിച്ച് ഈശോ അവർക്ക് വേണ്ടി കരുതലോടുകൂടെ, വചനത്തിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ, അവരിങ്ങനെ മീൻ പിടിച്ചൊക്കെ വരുമ്പോൾ ഇതാ പ്രാതലൊരുക്കി, പ്രഭാത ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന ഈശോ കുറ്റപ്പെടുത്തിയില്ലെന്ന്. ഒരു മനുഷ്യനെയും കുറ്റപ്പെടുത്തിയില്ല. ആകിരുന്നു പല രീതികൾ കുറ്റപ്പെടുത്താമായിരുന്നു, പക്ഷേ ഈശോ കുറ്റപ്പെടുത്തിയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നതിന്റെ അർത്ഥം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ എത്ര ഭീകരമാണെങ്കിലും, എത്ര ദുരിതമാണെങ്കിലും, എത്ര ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഒരുപക്ഷെ ചിലർ ചിന്തിക്കുന്നു, ഇല്ലച്ചാ ഞാൻ ഇത്രയും വലിയ കുഴിയിലാണ്, ആർക്കും എന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇതാ വചനം പറയുന്നു, നീ എത്ര വലിയ കുഴിയിലാണെങ്കിലും, എത്ര വലിയ തകർച്ചയുടെ കണ്ണുനീരിന്റെ ആഴത്തിലാണെങ്കിലും, നിന്നോട് ഈശോ പറയുന്നു, മകനെ മകളെ നീ വിഷമിക്കേണ്ട. നിന്റെ ജീവിതത്തെ ഇതാ ഈശോ നൽകുന്ന വാഗ്ദാനം പുനരുദ്ധരിക്കാൻ, വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്ന വലിയ ഒരു കൃപ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരുവൻ വലിയ ആഗ്രഹത്തോടുകൂടെ ഓടി വന്ന് മുട്ടുകുത്തി. അവൻ തിരിച്ചുപോയത് എങ്ങനെയാ? വിഷാദത്തോടെ, സങ്കടത്തോടെ തിരിച്ചുപോയി. എന്റെ പ്രിയപ്പെട്ട ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് നീ വീട്ടിൽ നിന്ന് വന്നത് വലിയ ആഗ്രഹത്തോടു കൂടിയാണ്. ഇനി എങ്ങനെയാണ് നീ തിരിച്ചു പോകാൻ പോകുന്നത്? തിരിച്ചു പോകുമ്പോൾ നിന്റെ ഉള്ളിൽ സന്തോഷം അനുഭവിക്കണമെങ്കിൽ വേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ കുറവിനെ നമ്മൾ അംഗീകരിക്കണം. ഈ കുറവിനെ തിരുത്താൻ തയ്യാറാവണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ആരും തികഞ്ഞവരല്ല. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒത്തിരി കുറവുകളുള്ളവരാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൊക്കെ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ, നീതിമാനായി ആരുമില്ല, കുറവുകളുള്ള മനുഷ്യരാണ് നമ്മൾ. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുറവുകളെ അംഗീകരിച്ചാൽ നിനക്ക് സന്തോഷത്തോടുകൂടെ തിരിച്ചു പോകാം. കുറവുകളെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിച്ചാൽ ജീവിതത്തെ കർത്താവ് ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് നയിക്കും. ഇതാ എന്റെയും നിന്റെയും മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു അധികാരി, ഒരുവൻ ഇതാ വന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കർത്താവേ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? എൻ്റെ ജീവിതത്തിൽ സമാധാനം കിട്ടാൻ ഞാൻ എന്തു ചെയ്യണം? എൻ്റെ ജീവിത വഴികളെ വിശുദ്ധീകരിക്കാൻ ഞാൻ എന്തു ചെയ്യണം? നിന്നോട് ഈശോ സ്നേഹത്തോടുകൂടെ കടാക്ഷിക്കുന്നു, സ്നേഹത്തോടുകൂടെ നോക്കുന്നു. എന്നിട്ട് ഈശോ പറയുന്നു, ചില കാര്യങ്ങൾ നീ തിരുത്തേണ്ടതുണ്ട്. എൻ്റെ സ്വഭാവത്തിൽ ഞാൻ തിരുത്തേണ്ട മേഖലകൾ കണ്ടെത്താൻ, തിരുത്താൻ ബലം, ശക്തി എനിക്ക് വേണം. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ വലിയൊരു അഭിഷേകം വെളിപ്പെടണം. സർവവല്ലഭൻ, അങ്ങിപ്പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. പഠിക്കേ. യെശയ്യായുടെ പ്രവചനം 45:2-3 വചനം. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം ഞാനാണെന്നറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യനിധി ശേഖരവും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി നൽകും. വിശ്വസിക്കുക. ഈ വചനത്തിന്റെ ശക്തിയാൽ നമ്മുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ എന്ന് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. യെശയ്യായുടെ പ്രവചനം 22:22. ദാവീദ് ഭവനത്തിന് താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും.
അവൻ തുറന്നാൽ വേറെ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ വേറെ ആരും തുറക്കുകയുമില്ല. ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൽ നിന്റെ ഐശ്വര്യം, നിന്റെ സമാധാനം ആരെങ്കിലും തടഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും കുടുംബങ്ങളോ വ്യക്തികളോ നിന്നെ ഭാരപ്പെടുന്നു, ഭീഷണിപ്പെടുന്നു, നിനക്കെതിരെ ഉപദ്രവിക്കുന്നെങ്കിൽ ഈ വചനത്തിന്റെ ശക്തിയാൽ കർത്താവ് ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പി ലേഖനം 4:19 എന്റെ ദൈവം തന്റെ സർവ്വമഹത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. എന്റെ സഹോദരങ്ങളെ, വിശ്വസിക്കൂ, നിന്റെ മേൽ കർത്താവിന്റെ വലിയ കൃപ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. എബ്രായ ലേഖനം 4 ഇതാ വചനം പഠിപ്പിക്കുന്നു. 16 കൃപാവരത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ വേണ്ട സമയത്ത് കരുണയും കൃപയും ലഭിക്കുന്നതിനായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കുക. യേശു നിന്നെ സൗഖ്യപ്പെടുത്തുന്നു, യേശുവിന്റെ സ്നേഹം നിന്നിലേക്ക് ഒഴുകുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് കൃപാവരത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് നിന്നിലേക്ക് അഭിഷേകം ഒഴുകപ്പെടുന്ന സമയം വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. മകനെ ഓർത്ത് ഭാരപ്പെടുന്ന അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. വിശ്വസിക്കൂ, അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് കർത്താവ് ഒരു സന്ദേശം പോലെ പറയുന്നത് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ വലതുകരം ഒന്ന് അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചോ, ഇടതുകരം നെഞ്ചോട് ചേർത്ത് നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ ക്യാൻസർ രോഗികളെയും ഈ അൾത്താരയിലേക്ക് ചേർത്ത് വയ്ക്കുക. കർത്താവിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു, ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ കണ്ണുനീരും നമ്മുടെ പ്രാർത്ഥനകളും ഒരു നെടുവീർപ്പായിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ കൃപാവരത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് സകല ക്യാൻസർ രോഗികൾക്കും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയുടെ സൗഖ്യത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ. ജെറമിയായുടെ പ്രവചനം 17:14 കർത്താവേ എന്നെ സൗഖ്യപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ സൗഖ്യപ്പെടും. വചനം വിശ്വസിച്ച് ഏറ്റെടുക്കണം. ഹീൽ മീ ഓ ലോർഡ് സോ ദാറ്റ് ഐ മേ ബി ഹീൽഡ്. സേവ് മീ ഓ ലോർഡ് സോ ദാറ്റ് ഐ മേ ബി സേവ്ഡ്, ഫോർ യു ആർ മൈ പ്രൈസ്. Book of Jeremiah chapter 17:14. A special prayer for all the cancer patients. Right now, pray everyone for cancer patients. Jeremiah 17:14. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ക്യാൻസർ രോഗികളുടെ മേൽ കർത്താവിൻ്റെ വലിയ കൃപ വെളിപ്പെടട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ അപ്രകാരമുള്ള ക്യാൻസർ രോഗികളുണ്ടോ? ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നമ്മളിൽ തന്നെ ചില ക്യാൻസർ രോഗികളുണ്ടല്ലോ, സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കിടയിലുള്ള ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഇടവകയിലുള്ള, പരിചയത്തിലുള്ള, ജോലി സ്ഥലത്തുള്ള, നിങ്ങളുടെ കൂട്ടായ്മയിലുള്ള, പ്രെയർ ഗ്രൂപ്പിലുള്ള, നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ആത്മാവ് ഓരോ ക്യാൻസർ രോഗികളുടെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 മരുന്നോ ലേപനമോ ഔഷധമല്ല, മറിച്ച് അവിടുത്തെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയത്. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായ എല്ലാ ക്യാൻസർ രോഗികളിലും അത്ഭുതകരമായ ഒരു സൗഖ്യമായിട്ട് കടന്നു വരട്ടെ. അവരനുഭവിക്കുന്ന ശാരീരിക വേദനകളിൽ കർത്താവെ ഒരു സൗഖ്യമായിട്ട് കടന്നു വരട്ടെ. അവരുടെ ദുഃഖത്തിലേക്ക് കർത്താവെ അത്ഭുതകരമായ ഒരു ആശ്വാസമായിട്ട് കടന്നു വരട്ടെ. അവരുടെ ഉള്ളിലെ അനേക ചോദ്യങ്ങൾക്ക് കർത്താവെ അത്ഭുതകരമായ സൗഖ്യമായിട്ട് കടന്നു വരട്ടെ. അവരുടെ ഒറ്റപ്പെട്ട അനുഭവങ്ങളിലേക്ക് യേശുവെ അങ്ങ് അത്ഭുതകരമായിട്ട് കടന്നു വരട്ടെ. അവരുടെ ഏകാന്തതയിലേക്ക്, അവരുടെ ജീവിതം തീർന്നുവെന്ന് ചിന്തിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിലേക്ക് യേശുവിൻ്റെ ശക്തി കടന്നു വരട്ടെ. ഒരു പുതിയ അഭിഷേകം കടന്നു വരട്ടെ. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചോ, അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചോളൂ. തുടർന്ന് ഈ സമയത്ത് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി വെളിപ്പെടട്ടെ. ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ആരാധന, 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 ആരാധന. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. സകല ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ക്യാൻസർ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകത്താൽ സകല ക്യാൻസർ രോഗികളും, രോഗപീഠകളും, രോഗം വരുത്തുന്ന അടുക്കങ്ങളും, ശരീരത്തിലെ സകല വൈറസുകളും കർത്താവെ നിർവീര്യമാക്കണമേ. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. കൈകൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ബാവായിക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായിക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി